നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ്, നമ്മൾ കുറെ നാളായി ഒരു ചലഞ്ച് ചെയ്തിട്ട് സുഹൃത്തുക്കളെ, ഇല്ലേ കുറെ നാളായി. അപ്പം ഇന്ന് വിചാരിച്ചു എന്തായാലും ഒരു ചലഞ്ച് ചെയ്യണമെന്ന്. ഇന്ന് ഒടുക്കത്തൊരു ചലഞ്ചാണ് സുഹൃത്തുക്കളെ, വേറൊന്നുമല്ല 24 hours നോൺ സ്ലീപ്പ് ചലഞ്ചാണ്. ഇനി വരുന്ന 24 മണിക്കൂർ നമുക്ക് ഉറങ്ങാനേ പാടില്ല ഗൈസ്. നാളെ ഈ രാവിലെ ഈ ടൈം വരെ നമ്മൾ മാക്സിമം ഉറങ്ങാതിരിക്കണം എന്നതാണ് നമ്മുടെ ടാസ്ക്. പക്ഷെ എന്നാലും നമ്മൾ ട്രൈ ചെയ്യും സുഹൃത്തുക്കളെ, മാക്സിമം നമ്മൾ ഉറങ്ങാതിരിക്കും. നല്ല കാറ്റുണ്ട് കേട്ടോ, വൃശ്ചിക മാസം ആയതുകൊണ്ട് തന്നെ. പിന്നെ വയറ് നിറയെ ഫുഡ് കഴിക്കും. നമ്മൾ ഉറങ്ങാൻ വേണ്ടിയുള്ള എല്ലാവിധ സാഹചര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും. അതാണ് നമ്മുടെ ഇന്നത്തെ ചലഞ്ച് എന്ന് പറയുന്നത്, നോൺ സ്ലീപ്പ് ചലഞ്ച് ആണ്. അപ്പം ഈ ചലഞ്ചിൽ ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം. ഞാൻ ചോറ് കൊടുത്തിട്ട് ഞാൻ നടുക്കിടത്ത് അപ്പുറം കിടത്തി ഉറങ്ങും. അമ്മ അച്ഛനും കൂടെ ഉറങ്ങാതിരിക്കാൻ പറഞ്ഞിട്ടുണ്ടേ. ഉറങ്ങല്ലേ മാക്സിമം ഇന്ന് രാത്രി. ഞാൻ ഞങ്ങളുടെ ടീം തോന്നുന്നു ഒരു 8 മണിയെ കഴിയുമ്പോൾ അവിടെ സൗണ്ട് എടുക്കും. അമ്മ അമ്മ സത്യം കണ്ടാ മതി. അങ്ങനെയാണ് അപ്പൊ അച്ഛൻ എരന്ന് പിടിച്ച ജോലിയാണ്. അപ്പൊ അച്ഛനും അമ്മയും ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആരാണ് നാളെ ഈ ഒരു ടൈം വരെ ഉറങ്ങാതെ ഇരിക്കുന്നത് ആരാണെന്ന് നോക്കാം സുഹൃത്തുക്കളെ. അവരാണ് വിൻ ചെയ്യുന്നത്. അപ്പൊ ഗൈസ്, നമുക്ക് നേരെ പിടിച്ചിട്ട് ഇനി പോയി കിടന്ന് ഉറങ്ങാതെ. അമ്മ കുപ്പിയിലല്ല ഗ്ലാസ്സിലാണ് കളിക്കാനുള്ള. ഓ ഏതാ എക്സ്പ്രഷൻ നോക്ക്. ഡാൻസ് കളിക്കാൻ അമ്മയുടെ എക്സ്പ്രഷൻ ഒക്കെ മാറുന്നു. ഇങ്ങനെ കളിച്ചേ. നമ്മളില്ല തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോ കൊടമാട്ടം കാണുമല്ലേ, കൊടമാട്ടം മയിലാട്ടം ഒക്കെ. അതാണ് കഥ പോണണ്ട. മീൻ ബന്ധന്ന് എടാ അമ്മ കളിക്കുന്ന, നീ പോടേ. അപ്പോ ഇന്ന് നമുക്ക് ഉച്ചക്ക് എന്തൊക്കെയാണ് അമ്മ കറി? അയല, ട്രോള് അയല, ചീമച്ചക്ക തോരൻ, പിന്നെ ഇത് ചിക്കൻ കറി, ചോറ്, പുളിശ്ശേരി ഉണ്ട്. അച്ഛന് മതി. ഇനി വേറെ ചോറ് എത്തി കൂടെ ഉണ്ട്. ഇവര് ഉറക്കം വേണമെങ്കിൽ നിറച്ച് ചോറ് കൊടുക്കണം. നീ അല്ലാതെ ഈ ചോറ് അല്ല, നീ ചോറ് തോനെ വളർന്നു ഉറങ്ങും. ചോറ് ഇവർ നമ്മളെ ഉറക്കാനായിട്ടുള്ള പരിപാടിയിലാണ്. പക്ഷെ ഇതെല്ലാം ഐഡിയ പരമായിട്ട് ചെയ്യണം. ആർക്കായാലും വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഉറക്കം വരും. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ അത് ചെയ്യണം. അച്ഛന്ന് ഉറങ്ങത്തില്ലല്ലേ? ഞാൻ ഉറങ്ങുമല്ലോ. അമ്മ അവന് കുറച്ചുകൂടി ചോറ് വിടമ്മ. പുളിശ്ശേരി ഒഴിച്ച് കൊടുങ്ങോട്ട് മോന് ഊത്ത്. അങ്ങനെ കഴിച്ചിട്ട് വരാം. ഞാൻ റെസ്റ്റ് എടുക്കുവാണ്, ഞാൻ ഉറങ്ങുന്നില്ല. ഓക്കെ ഇല്ല, ഞാൻ ഉറങ്ങുന്നില്ല. അമ്മ എന്റെ കണ്ണടയുന്നുണ്ടോ നോക്കണേ അമ്മ. തലയിലോട്ടിട്. AC ഇട്ടാ ഇപ്പൊ ഉറങ്ങും. കൊച്ചു ഉറങ്ങുമെങ്കിൽ ഞാൻ അപ്പോഴേ തൂക്കും കേട്ടോ. ഇല്ല, ഞാൻ ഉറങ്ങുന്നില്ല ഗായ്സ്. അപ്പൊ ഇപ്പൊ സമയം 2:40 സുഹൃത്തുക്കളെ.
അപ്പം 2:40 ആകുമ്പോ കൊച്ചു ഇതേ ഒന്നും ആയില്ല ഗൈസ്. എത്ര മണിക്കൂർ വിശ്രമമാണ് കൊച്ചു. ഇപ്പൊ നോക്കണ്ട, നമ്മളിങ്ങനെ ഇപ്പൊ നമുക്ക് ഉറങ്ങാതിരിക്കാൻ പറ്റും. രാത്രി ഒരു 12 മണിയെ കഴിഞ്ഞു കഴിഞ്ഞാലാണ് ടാസ്ക്. ഹേ ഗായ്സ്, ഇപ്പൊ സമയം 3:30 ആയിട്ടുണ്ട്. അപ്പം അച്ഛന് കണ്ണാടിയുടെ ഫ്രെയിം എന്റെ മോളിൽ കയറി കിടന്ന് ഉറങ്ങി ഒടിഞ്ഞു പോയിട്ടോ. നമ്മൾ പുതിയ ഫ്രെയിം ചില്ലാണോ? ചില്ല് പൊട്ടി ഗൈസ്. അപ്പൊ അതിന്റെ അച്ഛന് പുതിയ കണ്ണാടിയുടെ ചില്ല് വാങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. നോക്കട്ടെ എവിടെ പൊട്ടിയത്. ഓ ഇത് എന്തരാ ഇത് നിന്റെ മോഹൻ കാണുന്നില്ല ഗൈസ്. കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഇന്ന് ചോറ് തിന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉറക്കം വന്നാലോ. ഇതെല്ലാം കൂടി വെച്ച് നമുക്കൊരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിത്താ. എന്തോ ഒരു വെയിൽ നോക്ക്, കട്ട വെയിൽ കേട്ടാ. സൂര്യൻ അണ്ണാക്കിൽ കിസ്ഡ്. കണ്ണാടിയൊക്കെ ഓർഡർ ചെയ്ത് 2 ദിവസത്തിനകം കിട്ടും കേട്ടോ. ഇതിന്റെ മഞ്ച് തന്നവര് ഉറുമുട്ടൊക്കെ പോയി. അച്ഛനും വയസ്സായി, വീടിനും വയസ്സായി, എന്ത് ചെയ്യാനാ. സത്യം പറഞ്ഞ രാത്രി ഫ്രൂട്ട്സ് കഴിച്ചുകൂടെന്ന, രാവിലെ കഴിക്കാവൂന്ന പറയുന്ന. അല്ല ഞാൻ കഴിച്ചോളാം. ഇല്ല. ഹേ ഗൈസ്, സമയം ഇപ്പോൾ 5:30 ആയിട്ടുണ്ട്. 5:30 ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് വീട്ടുപണികളിൽ ഏർപ്പെടാമെന്ന് കരുതി. വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട് ഗൈസ്. സോ കുറച്ച് പണികൾ ചെയ്യാമെന്ന് തീരുമാനിച്ചു. കൊറിയറാണെന്ന് തോന്നുന്നു ഗൈസ്, പേടിക്കട്ടെ. അപ്പോൾ ഗൈസ്, നമ്മൾ പറഞ്ഞു വന്നത് നമ്മൾ കുറച്ച് വീട്ടു ജോലികൾ ചെയ്യാമെന്ന് തീരുമാനിച്ചു ഗൈസ്. 5:30. ഇതെന്തരാ ഇത് ഗ്ലാസ്, പൊടി കണ്ണിലാവാതിരിക്കാനാ. എന്നാ പിന്നെ കണ്ണിൽ വല്ല തുണി വെച്ചാൽ കെട്ടിയാ പോരെ. അച്ഛനും ഞാനുമാണ് പണി ഇപ്പോൾ ചെയ്തോണ്ടിരിക്കുന്നത്. നമുക്ക് ഇവിടുന്ന് മണ്ണ്, നമ്മുടെ സ്റ്റേജ് ഇവിടെ ആയിട്ടോ വരുന്നത്. നമ്മൾ മണ്ണ് മാറ്റി അങ്ങോട്ട് കിണറ്റിലിടാനാ സൈഡിലോട്ട് ഇടണം. നീ കൂടെ മാറി നിൽക്കൂ, മാറി നിൽക്കൂ. പണിയെടുക്കാത്തവന്മാരെ കൂടെ മാറി. ഈ മണ്ണെല്ലാം മാറ്റി കേട്ടോ ഞാൻ. ആര് അറവാനേക്കത് മാറ്റിയായിരുന്നു ഞാനും അമ്മയും കൂടി ഇന്നലെ. അറബാന എന്തി കൊണ്ടിട്. എടാ ഇവിടെ ഇടാനാടാ മണ്ണ്. ഇവിടെ കുഴിയായിട്ട് കിടക്കുന്നു, അങ്ങോട്ട് ഇടാനാണ്. അവിടെ വെച്ച് വെട്ടിയിട്ടാ പോരെ. അവിടെ വെച്ച് വെട്ടിയിട്ടാ പോരെ. ഇതൊരു ഉപയോഗമില്ലാത്തൊരു ജോലി. നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം കൈസ്. അതൊരു ഉപയോഗമില്ലാത്തൊരു ജോലിയാണ്. ചുമ്മാ ഈ പട്ടിഷോയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നത് അത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് വേണ്ട ഇത് കണ്ടോ, ഈ ഭാഗത്ത് മൊത്തം കരിയിലിടപ്പുണ്ട്. എടാ ഇത് വന്ന് തൂക്കടാ, അങ്ങനെയെങ്കിലും ഒരു ഉപയോഗം ഉണ്ടാവട്ടെ. ഇത് തൂക്ക് വന്ന് ഒറ്റ ഇറങ്ങി വീഴണം. അത് തന്നെ. എന്റെ പൊന്നേ, അപ്പുറത്ത് വീട്ടിൽ പോയി. നീ ഒത്തി മിണ്ടായിരി, നീ എന്നെ കൊണ്ട് ഒക്കൂല ഒന്നും. നീ അകത്ത് ചെന്നിരി, നീ ഒന്നും ചെയ്യണ്ട. അച്ഛൻ, അടുത്ത അച്ഛൻ. ഓ തകർത്ത്. ബൈ ഗൈസ്, ബൈ. കൊച്ചു എന്താണ് ചെയ്യുന്നതെന്ന് നോക്കൂ സുഹൃത്തുക്കളെ. ഗെയിം കളിക്കുന്നു, വെടിവെച്ച് മലത്തുവാണ്. ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്തില്ല കേട്ടോ. ഞാൻ ഒരുപാട് ലെവൽ ബാക്കിലാണ്. ഇവൻ കളിച്ച് ഫ്രണ്ടിലായി സുഹൃത്തുക്കളെ. ഞാനായിരുന്നു ഫ്രണ്ടില്. കൊച്ചു ഇപ്പം തീരാറായിട്ടുണ്ട് കേട്ടോ ഈ ലെവല്. കൊച്ചുവിടെ മുതുക്ക് കളിയിലാണ് സുഹൃത്തുക്കളെ. ഹേ ഗായ്സ്, അപ്പോൾ നമ്മളിതേ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കൊച്ചു ഇത്രയും നേരം ഇവിടെ ഗെയിം കളിയായിരുന്നു. ഞാൻ പുറത്തു പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. അമ്മ രാത്രിയിലത്തെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയാണ്. ഇന്ന് രാവിലെ ഉച്ചക്ക് ഇത് ചക്ക തോരനായിരുന്നു. രണ്ടാഴ്ചത്തേക്ക് ഈ ചക്ക അത് തന്നെ. എവിടുന്നാ പോയപ്പോ ഈ ചക്ക കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇതിന്റെ കുരുവും മടലും എല്ലാം ഞങ്ങൾ ഈ കൊറോണ ആയ സമയത്തായിരുന്നു ഈ ചക്ക. മടലും കൂടെ വെട്ടി കറി വെക്കാനുള്ളായിരുന്നു. ബാക്കി എല്ലാം എടുക്കുക. ചക്കയുടെ കുരു, ചക്കയുടെ ചവണി, ചക്കയുടെ കൂമ്പ്, ചക്കക്കുരു വെച്ച് ഷാർജ. ഷാർജ വരെ ഉണ്ടാക്കി ഗൈസ്. സാധാ ചക്കയല്ലല്ലേ ഇത്, ചീമച്ചക്ക. അമ്മ ഇത് ചീമച്ചക്കയെന്ന് മാത്രമല്ല പറയുന്ന, കടച്ചക്കയെന്ന് പറയും ചിലടുത്ത്. കറക്റ്റ് പേര്. നമ്മുടെ ഇംഗ്ലീഷിൽ ബ്രെഡ് ഫ്രൂട്ട് എന്ന് പറയാം കേട്ടോ. ബ്രെഡ് ഫ്രൂട്ട്. ഇതിനകത്ത് നല്ല വൈറ്റമിൻസ് ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ലോ ഫാറ്റ് ആണ്, പിന്നെ വൈറ്റമിൻ സി ഉണ്ട് ഗൈസ്. അടിപൊളി സാധനമാണ് ഗൈസ്. ഇത്ര സാധനം ഉണ്ട്. അതാ നമ്മൾക്ക് വൈറ്റമിൻ സി കൂടെ മോനെ ഉണ്ടാ. വൈറ്റമിൻ സി. പ്രവീണിന്റെ മണ്ടം കളിയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കേട്ട് കമന്ററി അടിക്കുന്ന അച്ഛൻ. എടാ റോട്ടിക്കൂടെ ഓട്ടിക്കടാ, കാട്ടി കൂടെ ഓടിക്കാതെ.
അടി അടി അടിച്ചിട് അടിച്ചിട്. എടാ റോക്കറ്റ് ലോഞ്ചർ. ഓ പൊട്ടിയോ, പൊട്ടി സാധനം. എല്ലാവരും പൊഴിഞ്ഞു വീഴുന്നുണ്ട്. ഒരു പാളം തരത്തില്ല ഗൈസ്. നോക്ക്, ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയ ഗുഹയാണ്, ഗുഹയെ കൂടെ പോണം. ഇപ്പൊ ഇടിക്കും ഇപ്പൊ. ആ അതേണ്ട. ആ ഇനി ഒരു തിരിച്ചുവരവില്ല. ശിവൻ ചത്തിട്ട് വേണം എനിക്ക് കളിക്കാൻ. നീ ചാവ്, നീ സൂയിസൈഡ് ചെയ്യ്, ചാവ്. കുറ്റബോധോ? ഓ കുറ്റബോധം. ഞാൻ ചാവാൻ പോകട്ടെ. പോയി ചാടി ചാവടാ. ഇതൊക്കെ എന്റെ ഒരു നമ്പറല്ലേ. ചത്ത് പോകുന്നില്ല. ചത്ത് ചത്ത് എടാ ചത്ത് 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 അറിയത്തില്ലെന്ന് ഗൈസ്. ചത്ത് ചത്ത്. എനിക്ക് ഊളക്ക് നീന്താ പൊക്കി ദാത്തി ഇതേ അടങ്ങുക. പൊക്ക് ഓ പാർക്കി. ഓ എന്റെ മോൻ. മാസ് KGF ടാ. ഓ മോ ഏതാ ലെവല്. ഓ വണ്ടി ഓടിക്കുന്നത്. അപ്പൊ നമ്മുടെ ഡിന്നർ ടേബിളിന്റെ മുകളിൽ എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ചിക്കൻ കറി, കരിവാട്, നമ്മുടെ സലാഡ്, നമ്മുടെ കടച്ചക്ക, അമ്മയുടെ സ്പെഷ്യൽ തൈര് ചട്നി, ലേശം കരിവാടും കൂടി അതിന്റെ മുകളിലോട്ട് ഇങ്ങോട്ട് വെച്ച പൊതിഞ്ഞ് കട്ടൻ. പക്ഷെ ഇതിന് ടേസ്റ്റ് കൊള്ളാം. ഈ സാധനം എന്നും കിട്ടത്തില്ല. ഇത് സീസണിൽ പിടിക്കും. ഉച്ചപ്പ് എങ്ങനെയുണ്ട് ഡിന്നർ? ഇനി നിങ്ങള് നേരം വെളുക്കുന്നവരെ നമ്മള് നേരം വെളുക്കുന്നവരെ ഇങ്ങനെ ഉറങ്ങാതിരിക്കുന്ന സുഹൃത്തുക്കളെ. ഇനി ഇത് തിന്നു കഴിഞ്ഞാൽ ഇനി ഇവിടെ ആരും വിളിക്കരുത്. അമ്മ ഇപ്പം കയറി കിടന്ന് ഉറങ്ങും. അച്ഛനും ഞാനും കൊച്ചു ഒറ്റയ്ക്കാവും ഗൈസ്. നമ്മള് ചലഞ്ചാണല്ലോ. എഴുപ്പ് മാത്രല്ല. ഉറങ്ങുന്നുണ്ടോ ഇല്ലയോ? ഇല്ല ഗൈസ്, നമ്മൾ ഉറങ്ങത്തില്ല നമ്മള്. പക്ഷെ വയറ് നിറച്ച് ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങാതിരിക്കുക എന്നാണ് നമ്മളെ ചലഞ്ച്. ഗൈസ് ഇപ്പം 10:30 ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ആരായിരിക്കും ഇവിടെ ആദ്യം ഉറങ്ങുന്നേ? പിന്നെ ഇവനെ പിന്നെ നോക്കിക്കൊണ്ടിരിക്കല്ലേ. എടാ രണ്ടുപേരും ഉറങ്ങിയില്ലെങ്കിൽ എന്ത് ചെയ്യൂടാ? സമനില രണ്ടുപേരും ജയിക്കും. എന്നാ ഞങ്ങൾ ഉറങ്ങുന്നവരെ നോക്കിക്കൊണ്ടിരിക്കണം. ഞാൻ ബായ് എവളെ വിളിച്ച എവളിപ്പോ ഉറക്കും. ഗുഡ് നൈറ്റ്. ക്യാമറ കട്ട് ചെയ്തിട്ട് ഉറങ്ങും. നമ്മൾ ഓരോ മണിക്കൂറിലും വരുന്ന കാണിക്കും കേട്ടോ. ഞങ്ങൾ സത്യസന്ധരായ കുട്ടികളാണ്. ഞങ്ങൾ കള്ളം പറയത്തില്ല. ഞങ്ങൾ മാക്സിമം അതെ, നമ്മൾ ഉറങ്ങി കഴിഞ്ഞാൽ നമ്മൾ പറയാം ഉറങ്ങിയെന്ന്. നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും. ഞങ്ങൾ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും വരാ സുഹൃത്തുക്കളെ. ബൈ. ഹേ ഗൈസ്, സമയം 11:54. സ്റ്റിൽ ഞങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് ഇങ്ങനെ നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു സുഹൃത്തുക്കളെ. വെറുതെ ഇരുന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മ അച്ഛനെ ഉറങ്ങിയെന്ന് തോന്നുന്നുണ്ടോ? കുറ്റിയിട്ട് ഞങ്ങളെ ഉറക്കായിരുന്ന ആൾക്കാർ അവരെ ഉറങ്ങി പോയി. പുറത്തോട്ട് പോയി റൗണ്ട് അടിച്ച് വരാം. ഒരു 1.5 മണിക്കൂറും കൂടെ പോയി കിട്ടും. അത് ഇച്ചി കഴിഞ്ഞിറങ്ങാം. നമുക്കൊരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുമ്പോ അത് കഴിച്ച് കുറച്ച് പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോരെ. മതിയാ? മതി. ഇപ്പൊ കഴിച്ചതല്ലേ ഉള്ളു നേരത്തെ. ഇപ്പൊ തന്നെ തിന്നണോ? ഇതെല്ലാം കൂടെ എങ്ങോട്ട് ഇറങ്ങി പോകുന്നു? തിന്നിട്ട് ഉറക്കണം. എന്നാലും എനിക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ. ഇനിയിപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഉറക്കാനുള്ള തത്രപ്പാടാണ്. ഉറങ്ങടാ കിടന്ന് ഉറയും കൂടെ. ഞാൻ ഉറങ്ങത്തില്ല. ഒരു ഡാൻസ് ഷൂട്ട് ചെയ്യാൻ പോയി. ശരി, ഒരു റീൽ എടുക്കാം ഗൈസ്. സീരിയസ്ലി ഇങ്ങനെ ഇരുന്ന് നമ്മൾ ഉറങ്ങും കേട്ടോ. അതായത് പുറത്ത് തണുപ്പാണ്. ഡിസംബർ മാസം എന്ന് പറയുമ്പോൾ നമുക്ക് മൂടി പുതച്ച് കിടന്ന് ഉറങ്ങാൻ പറ്റിയ മാസം. ആ സമയത്തൊക്കെയാണ് 24 hours നോട്ട് സ്ലീപ്പ് ചലഞ്ച് കൊണ്ട് നമ്മൾ വന്നിരിക്കുന്നത്. പോവാം ഗൈസ്. അങ്ങനെ നമ്മളൊരു കട്ടൻ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കട്ടൻ കുടിച്ച് ഉറക്കം പോകുന്നു പറയും. ഗൈസ് ഇത് അരിച്ചിട്ടില്ല കേട്ടോ. ഈ കട്ടൻ അരിക്കാൻ മറന്നുപോയി. നമുക്ക് തേരപ്പേര അങ്ങോട്ട് കൂടെ നടക്കാൻ കുറിച്ചു. അപ്പം കുറച്ച് ഉറക്ക ക്ഷീണം മാറി കിട്ടുന്നു. നിന്റെ മുഖത്ത് ഇപ്പോൾ നല്ല ക്ഷീണമുണ്ട് കേട്ടോ. ആ ഇച്ചിരി ആക്റ്റീവായിട്ടൊക്കെ ഇരി. എന്നിട്ട് തട്ടൊക്കെ തട്ട്. ഓക്കെ ഗൈസ് നമ്മൾ പോയി. നൈറ്റ് ലൈഫ് ഭയങ്കര കൂടുതലായോണ്ടേ. അതെ, നമ്മളെ ഇവിടെ നൈറ്റ് ലൈഫ് ഒന്നും ഇല്ല സുഹൃത്തുക്കളെ. നമ്മുടെ നൈറ്റ് ലൈഫ് ഇതാണ്.
2 ലൈറ്റ് ഉണ്ട്. വണ്ടർഫുൾ. ഇന്ന് നല്ല പൂർണ്ണ ചന്ദ്രനാണ്. ഹായ് ചന്ദ്ര, ഹൗ ആർ യു? വൺ ഡേ ഐ വിൽ കം ഹിയർ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മളെ പാതിരാത്രി 1:30 നമ്മൾ ഇതേ ഡാൻസ് കളിക്കാൻ പോവുകയാണ് നടു റോട്ടില്. മറ്റേ നമ്മളെ ഷാറുഖ് ഖാന്റെ വെളിച്ചപ്പാട് ഡാൻസ് ഗൈസ്. ഇനി വീട്ടിൽ പോയിട്ട് നമുക്ക് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാം. ഫ്രൂട്ട് സലാഡ് കൂട്ടി അടിച്ചിട്ട് കിടന്നുറങ്ങാൻ പറ്റത്തില്ല, ഇരിക്കണം ഗൈസ് കുറച്ചു നേരം കൂടെ. സമയം ഒന്നും ആയിട്ടില്ല സുഹൃത്തുക്കളെ. അതെ, സമയം കറക്റ്റ് 1:16. ഇനി വീട്ടിൽ പോയിട്ട് കാണാം. 2 മണിയായിട്ടുണ്ട് സുഹൃത്തുക്കളെ. എനിക്ക് ഉറക്കമൊന്നും വരുന്നില്ല കൊച്ചു, നീ ചുമ്മാതാ, നീ പോയിക്കോ. അതെ, എനിക്ക് ഉറക്കമൊന്നും വരുന്നില്ല ഗൈസ്, സീരിയസ്ലി. ആ ഡാൻസ് കളിച്ചപ്പോൾ ഉണ്ടല്ലോ കുറച്ച് എനർജി അങ്ങോട്ട് കയറി. ഇവിടെ എല്ലാം കൂടെ അരിഞ്ഞിട്ടിട്ട് ഉണ്ടാക്ക്. നീ ഉണ്ടാക്കുന്ന പിന്നെ ഫ്രൂട്ട് സലാഡെന്നൊന്നും പറയാൻ പറ്റൂല. അരിഞ്ഞിട്ടത് പാലൊന്നും ഇല്ലടേ, കൊള്ളല്ലേ. അമ്മ അച്ഛനെ ഉണർത്തി പടക്കം പൊട്ടിച്ചാലാ അങ്ങനെ സൂചിച്ച് കിടന്ന് ഉറങ്ങണ്ട. ലെറ്റ്സ് ഇനിയും 3, 4, 5, 6, 7, 8, 9, 10 ഇനി 8 മണിക്കൂറുണ്ട്. 8 മണിക്കൂറോ? 8 hours. ഹേ ഗൈസ്, സമയം 3 മണിയായിട്ടുണ്ട് സുഹൃത്തുക്കളെ. സ്റ്റിൽ ഉറങ്ങിയിട്ടില്ല ഗൈസ്. പ്രവീണ് താഴെ ഇരിപ്പുണ്ട്. എടാ പോയി കിടന്ന് ഉറങ്ങടാ, പാട്ടി ഉറങ്ങത്തുമില്ല. ഉറക്കം വരുന്നുണ്ട് ഗൈസ്, 3 മണിയായി. ഇപ്പൊ ഉറക്കം വരുന്നുണ്ടല്ലേ? ബാ റൂമിലോട്ട് പോയിട്ട് ഉറങ്ങാം. ബാ, ഞാൻ ഉറക്കാം. വാ, നീ അല്ലാതെ നീ ഉറങ്ങത്തില്ല. കണ്ണ് ചെറുതായ പോലെ എനിക്കൊരു ഫീൽ, എനിക്ക് ഫുള്ള് തുറക്കാൻ പറ്റുന്നില്ല. സമയം നോക്കി ഗൈസ്. അമ്മ എണീറ്റ് വരുന്നു ഗൈസ്, അമ്മ എണീറ്റ് വരുന്നു. എന്തിനാ പറഞ്ഞ എന്നെ കൈക്കോട്ടി കിടത്തി ഉറക്കാം, താരാട്ട് പാടിത്തരാം. എന്നിട്ട് എന്തിയേ? ആ കണ്ണ് കണ്ണ് അച്ഛൻ. ഓ അച്ഛൻ പൂത്ത ഉറങ്ങും. നിങ്ങള് ഉറങ്ങിയത് നോക്കാം. കണ്ട ഞങ്ങൾ ഉറങ്ങിട്ടില്ല. 3:05 ഞാൻ എണീറ്റ് നോക്കിയത് ഉറങ്ങിയാന്ന്. ഉറങ്ങിയില്ല കേട്ടോ. ഉറക്കിത്തരാം, താരാട്ട് പാടാം. നമ്മള് താരാട്ട് പാടി പോയി. 11:30 കണ്ടായപ്പോ കയറി കിടന്ന് ഉറങ്ങി രണ്ടുപേരും കൂടെ. അല്ലെങ്കിൽ അച്ഛൻ 1 മണി വരെ ഇരുന്ന് TV കാണുമ്പോ. ടൈം കാണിച്ചേ ഫോണി. 4:06 ഉറങ്ങാൻ പോവാണോ? ഗൈസ്, ഉറക്കം ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഇരിക്കാൻ പറ്റും, കണ്ണ് കാണുമ്പോൾ മനസ്സിലാവുന്നു. കണ്ണ് ഫുള്ളായിട്ട് തുറക്കാൻ പറ്റുന്നില്ല. അമ്മ എവിടെ പോകുന്നു? പോയി കിടന്ന് ഉറങ്ങാക്ക. ഇങ്ങനെയുള്ള മണ്ട പുഷപ്പ് എടുക്കുന്നത്. ഇതാണടാ മണ്ട പുഷപ്പ്. ഉറക്കം വന്നിട്ട് സമയം 4:45 5 മണിയാവാൻ പോവാട്ടോ. എക്സർസൈസ് ഗൈസ്. ഉറക്കം വരുന്നുണ്ട് ഗൈസ്, ഒട്ടും ഉറങ്ങത്തില്ല. അങ്ങനെ നിക്കടാ തലയും കുത്തി. ഓ തിന്നാനായിട്ട് ഒന്നുമില്ലല്ലോ. ഓറഞ്ചിന്റെ തൊലിയാ. 5 മണി ആയില്ലടാ. 5 മണിക്കൂറും കൂടെ ഗൈസ്. 5 മണിക്കൂറും കൂടെ 5 മണിക്കൂറും കൂടെ എങ്ങനെങ്കിലും പിടിച്ചു നിൽക്കണം ഗൈസ്. ക്യാരം ബോർഡ് ഇരിക്കുന്നുണ്ട്. വീട് പണി കിടന്നപ്പോഴത്തേന് എല്ലായിടത്തും മേലും കൊണ്ട് വെച്ചിരുന്നപ്പോ ഒരാഗ്രഹം തോന്നി ഗൈസ് കളിക്കാൻ വേണ്ടിയിട്ട്. നേരെ
നേരം വെളുത്ത് വരുന്നു സുഹൃത്തുക്കളെ. എവിടെ സൂര്യ? വേഗം ഉദിക്കൂ നീ. ആ സൂര്യൻ ദേ ഉദിച്ചു വരുന്നു സുഹൃത്തുക്കളെ. ചന്ദ്രനായിരുന്നോ ഗൈസ്? അപ്പം 6:15 ആവാറായേ. പാട്ട് അമ്പലത്തിൽ ഇട്ടു. ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് സുഹൃത്തുക്കളെ. നമ്മൾ ഇത്രയും പോലും കംപ്ലീറ്റ് ചെയ്യുമെന്നൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. ഒരു 7 മണി കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. പിന്നെ കുറേ നേരം ഇവിടെ കുത്തിയിരുന്നു, തെരപ്പര അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് നേരെ ഇങ്ങനെ വെളുത്തപ്പോൾ എന്തോ ഒരു സമാധാനം. ഇനി കുറച്ചു നേരം കഴിയുമ്പോൾ കയറി കിടന്ന് ഉറങ്ങാമല്ലോ എന്നുള്ളൊരു സന്തോഷം. ആ സന്തോഷത്തിൻ്റെ പുറത്താണ് ഇപ്പോൾ ഈ വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. നീ പോടാ, ഇവന് ഉറക്കം വരുന്നു. ഞാൻ ഇരുന്നോളാം, എനിക്ക് ഒരു പ്രശ്നമില്ല. അച്ഛനും അമ്മ ഉറക്കം എണീറ്റ് കേട്ടോ. ഇറങ്ങി വന്ന് കാണട്ടെ, കാണുമ്പോൾ ഞെട്ടും. ഗുഡ് മോർണിംഗ്. 8 മണിയായി ഗൈസ്. 8 മണി ഇതുവരെ ഉറങ്ങിയില്ല കേട്ടോ. ഇതൊക്കെ എന്ത് ഇങ്ങനെ ഉറക്കമൊഴിഞ്ഞ് ഇരിക്കുന്നോണ്ടാണോ എന്തോ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത കണക്ക് എനിക്ക് തോന്നുന്നു. അല്ലെന്ന് ആലോചിച്ചൊക്കെ ഒരു ദിവസം ഒരുപാട് കാര്യങ്ങൾ ചെയ്ത കണക്ക് തോന്നില്ലേ എനിക്ക്? അല്ലെങ്കിൽ നമ്മൾ പകുതി സമയം നമ്മൾ കിടന്ന് ഉറങ്ങത്തില്ലേ? നമ്മൾ കുറച്ച് സമയമല്ലേ ഒരു ദിവസം യൂസ് ചെയ്യത്തുള്ളൂ. നമ്മൾ ഒരു ദിവസം ഗൈസ് 24 മണിക്കൂർ വർക്കിംഗ് ആയിരുന്നു. ഈ സത്യത്തിലെ 3 മണിക്കൊന്നുമല്ല ഉറക്കം വരുന്നത്. 6 മണി 7 മണി 8 മണി ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ ഉറക്കം വരുന്നത്. ഞാൻ ഇതുവരെ ശിവരാത്രിക്ക് പോലും ഇങ്ങനെ ഇരുന്നിട്ടില്ല ഗൈസ്. ഫസ്റ്റ് ടൈം. അമ്മ എണീറ്റ് വരട്ടെ ഗൈസ്, എന്നിട്ട് കാപ്പി കുടിക്കാം. നമ്മൾ ഉറങ്ങത്തില്ല. ചലഞ്ചാണ് ചലഞ്ച്. ഇത് ഞാൻ രാത്രി പോയി തപ്പിയതാ ഈ സാധനം. ഇത് മേലും കൊണ്ട് വെച്ചിരുന്നത്. കണ്ടാ ഉറങ്ങാതിരിക്കുന്ന കണ്ടാ? എന്തൊരു വിചാരിച്ച് നമ്മളെ പറ്റി. ഇഷ്ടപ്പെട്ട് നേരം വെളുപ്പിച്ച് ഈ ഡേ എന്റെ ആണ്. ഞാൻ ഒഴിഞ്ഞ് വെളുപ്പിച്ച നേരമാണ്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൂടി ഉണ്ടാക്കി കഴിയുമ്പം കറക്റ്റ് 10 മണിയാവുമായിരിക്കും. എനിക്ക് എന്റെ ബെഡിലങ്ങ് കിടന്നോളാൻ വയ്യ ഗൈസ്, പോയങ്ങ് കിടക്കണം. ഹേ ഗൈസ്, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സമയമായി. ഞാൻ ആദ്യമായിട്ടാണ് ഒരു അബോധാവസ്ഥയിലിരുന്ന് കാപ്പ് കുടിക്കുന്നത് സുഹൃത്തുക്കളെ. 9 മണിയാവാൻ പോകുന്നു കേട്ടോ. അടിപൊളി അപ്പം മട്ടർ റോസ്റ്റ് ആണ്. ഗൈസ് കഴിച്ചിട്ട് വരാം. ഹേ ഗൈസ്, അങ്ങനെ നമ്മുടെ ചലഞ്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. ഒരൊറ്റ മിനിറ്റും കൂടെ ഗൈസ്. ഇതണക്കുന്ന ഒരു ചലഞ്ച് നമ്മൾ ഇന്നേ വരെ ചെയ്തിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ടൈം ആണ്. 24 hours ഞങ്ങൾ ഉറങ്ങാതിരുന്ന് ഗൈസ്. അയ്യോ, ചിലപ്പോ പലരും നിങ്ങൾ ഇങ്ങനെ ഉറങ്ങാതിരുന്നോണ്ടായിരിക്കും, പക്ഷെ നമുക്കിത് ശീലമില്ല. നമ്മൾ ഫസ്റ്റ് ടൈം ആണ്. 10 മണിയായി. എനർജി ഒന്നും ഇല്ല, ഭയങ്കര ടയർഡാണ്. അതാണ് ശബ്ദം പോലും നേരെ വരുന്നില്ല. ഈ ലാസ്റ്റ് 1 hour ഇട്ട് മുന്നേ ഭയങ്കര ടയർഡായിട്ട് ഭയങ്കര ലാഗായിരുന്നു. ലാസ്റ്റ് 1 hour നേരെ പോയി കിടക്കുക, ഉറങ്ങാ. അപ്പൊ എത്ര മണിക്ക് എഴുതിയേക്കുന്ന ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഇതിനകത്തുള്ള വിചിത്രമായിട്ടുള്ള എന്തെങ്കിലും ചലഞ്ച് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബിലോ ഗൈസ്. പിന്നെ നിങ്ങൾ ഇതിനൊക്കെ ഉറക്കൊഴിഞ്ഞൊരു ഫുൾ ഡേ ഇരുത്തിട്ടുണ്ടെങ്കിൽ അതും കമന്റ് ബിലോ. അപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിലുള്ള ബ്രെഡ് വീഡിയോ കാണുന്നവരെ ബൈ. 10 മണിയായി. ചലഞ്ച് കംപ്ലീറ്റഡ്. ഓക്കെ ബൈ, ടാറ്റ, ഗുഡ് നൈറ്റ്. ശരി, അമ്മക്ക് ഇപ്പോഴാണ് ഗൈസ് ഗുഡ് നൈറ്റ്. അതെ, ഗുഡ് നൈറ്റ്. ഓക്കെ ഗൈസ്, ഗുഡ് നൈറ്റ്. ബൈ.